അങ്ങനെ ഒരു ചടങ്ങിനെ പറ്റി കേട്ടുകേഴ്വിയെങ്കിലും ഉണ്ടോടാ? ആ നിലയ്ക്ക് താലി കെട്ടിയ നിന്നെയും നിന്നെ ഭർത്താവായി സ്വീകരിച്ച വന്ദനയും അത്ര പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുമോ? പിന്നെ അന്യന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി ഏറ്റെടുത്ത് വളർത്തിയല്ലേ വന്ദന. വിവാഹം കഴിഞ്ഞ പെണ്ണിന് അവള് പ്രസവിക്കാത്ത ഒരു പെൺകുട്ടി കൂടി. അതും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോടാ? അല്ല, ആ പകയും വിദ്വേഷവും എനിക്കുണ്ടായിരുന്നു. വന്ദനയും മോളെയും പുറത്തിയടിക്കാൻ ഞാൻ ചില വേണ്ടാതിനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും സമ്മതിക്കുന്നു. അതൊക്കെ അന്ന്. പക്ഷെ ഇന്ന് ഇവരിത്ര നിർദോഷികളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരുമൊത്തുള്ള മാന്യമായ ഒരു കുടുംബജീവിതമാണ് ജഗന്റെ ലക്ഷ്യമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ജഗനെയും കുടുംബത്തെ എങ്ങനെയും കരകയറ്റണമെന്നുള്ള ലക്ഷ്യ അപ്പച്ചിക്കുള്ളത്. ജഗന്റെ ദോഷം തീർക്കാൻ എന്ത് പരിഹാരമാണ് വേണ്ടതെന്ന് വെച്ചാ ചേച്ചി അത് ചെയ്തോ എന്ന് ഉറപ്പ് തന്നിട്ടാ കരുണാകരൻ ഡൽഹിക്ക് പോയത്. ആ ധൈര്യം വെച്ചാ ജോത്സ്യനെ വരുത്തിച്ച് പരിഹാരം പറയിച്ചത്. എന്നിട്ടത് വന്ദനെ തൊലയ്ക്കാനാണെന്ന് നീ അങ്ങ് വിധി എഴുതി. സങ്കടമുണ്ടടാ മോനെ, സങ്കടമുണ്ട്. എന്റെ അവസ്ഥ അനിയൻ മനസ്സിലാക്കണം. വേണ്ടത്ര വിവരവും കാര്യപ്രാപ്തി ഇല്ലാത്തവനും എന്റെ ഭർത്താവ്. അച്ഛനിൽ നിന്ന് കിട്ടേണ്ട പരിഗണന ഉണ്ടാകുന്നുമില്ല. എങ്ങും എത്താതെ പോയൊരു ജീവിതമായിപ്പോയി. ഉപദേശത്തിനും സഹായത്തിനും വേണ്ടി അപ്പച്ചിയോടൊപ്പം നടക്കുന്നേ ഉള്ളൂ. കുടുംബം തകർക്കാൻ ഉദ്ദേശമില്ല. നിന്റെ കുടുംബം തകർക്കണമെന്ന് അപ്പച്ചി ഉപദേശിച്ചിട്ടുമില്ല. നിന്റെയും വന്ദനയുടെ നന്മയ്ക്ക് വേണ്ടിയാ എപ്പോഴും എന്റെ പ്രാർത്ഥന. അങ്ങനെയുള്ള ചേട്ടത്തെയും നീ തെറ്റിദ്ധരിച്ചല്ലോ അനിയ. മുത്തശ്ശി ആന്റിയൊക്കെ പാവങ്ങളെ. ഒഴുകുന്നത് തേന, പക്ഷേ അതിൽ വിഷാംശമുണ്ട്. ഈ മുതലക്കണ്ണീരൊന്നും ജഗൻ മുഖവിലേക്ക് എടുക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. ജോൽസിന്റെ വരവും വഴിപാടും ഒക്കെ വ്യാജമായിരുന്നെന്ന് ഞാൻ തെളിയിച്ചിരിക്കും. അവനെന്തോ നോക്കാൻ കേറിയതാ. അവന്റെ ചെലവിലല്ലേ ഞാൻ താമസം. 10 പൈസയുടെ മുതലായാലും സ്വന്തമാക്കാനേ നോക്കൂ. എന്തിനായിരിക്കും അവൻ ലക്ഷ്യമിടുന്നത്? ഏതായാലും വെറുതെ അവനിവിടെ കയറി വന്ന് പരിശോധന നടത്തില്ല. മിനു വീട്ടിൽ കാലുകുത്തിയത്. ഇത്രയും ക്രൂരമായ പെരുമാറ്റം എന്റെ കുഞ്ഞു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കുറെ കാലമായി അമ്മ വിളമ്പിയ ഭക്ഷണം കഴിച്ചിട്ടെന്നും പറഞ്ഞ് ആർത്തിയോടെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അതൊന്ന് കഴിച്ചു തീർക്കാൻ പോലും അവരനുവദിച്ചില്ലല്ലോ.
എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പരമ സൗഭാഗ്യമാണെന്നും ഒക്കെ വിനുവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതായിരുന്നു ഞാൻ. എല്ലാം കള്ളമായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം മാധവേട്ടനോട് വിനു പറഞ്ഞു. എന്റെ ഈശ്വര, പാവം മാധവേട്ടൻ വല്ലാതെ തകർന്നു പോവും. ചായ ചോദിച്ചപ്പോ ചവർപ്പ് നീരാണോ തരുന്നേ? ഒരു കപ്പ് ചായക്ക് ഒരു ലോഡ് തേയില. എന്ത് ഭാവിച്ചാ തള്ളേ നിങ്ങള്? നിങ്ങളുടെ പുന്നാര മോൻ പ്രകാശിന്റെ ചെലവിലാ പൊറുതിയെങ്കിലേ ഈ തോന്നിവാസമൊക്കെ നടക്കുവോ? മിണ്ടി പോരുത്. ഹരിതയുടെ ഔദാര്യം കൊണ്ടാ ആയുസ് കിടക്കുന്ന എന്ന് ഓർമ്മ വേണം. ഇത് മനഃപൂർവ്വം ചെയ്തതാ നിങ്ങള്. ഞാൻ ചായ ചോദിച്ചതിലുള്ള വൈരാഗ്യം. ആ ചായ ഉണ്ടല്ലോ നിങ്ങളുടെ മോന്തയ്ക്ക് ഒഴിക്കേണ്ടതായിരുന്നു. ഇവിടെ എന്റെ ഔദാര്യത്തിൽ താമസിക്കുമ്പോ എന്റെ ഇഷ്ടത്തിനൊത്ത ആവശ്യങ്ങൾ നിങ്ങൾ നടത്തി തരണം. അതിന്റെ ഇടയില് ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചാലുണ്ടല്ലോ അമ്മായിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് കാരണം പോയിക്കും ഞാൻ. തൊള്ള ബാധ്യതയായപ്പോ മക്കളെ ആരെയൊന്നും ഇവിടെ കാണാനില്ലല്ലോ. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? എന്തെങ്കിലും അണ്ണാക്കിലേക്ക് പോണമെങ്കിലേ ഹരിത കനിയണം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എന്നെ അനുസരിച്ച് കഴിഞ്ഞോണം. പോയി മര്യാദയ്ക്കൊരു ചായ ഇട്ടോണ്ട് വന്നേ.